ഇത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള അവൽ മിൽക്കാണ് കേട്ടോ. അവൽ മിൽക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നും അവൽ മിൽക്ക് കഴിക്കുകയുണ്ടായി. വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂടിന് ശരിക്കും സൂപ്പർ എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കടയിലെ ചേട്ടനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു കപ്പ് അവലാണ്. ബ്രൗൺ അവലാണെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ വൈറ്റ് അവലാണെങ്കിലും മതി. ഞാനിവിടെ വൈറ്റ് അവലാണ് എടുത്തത്. പക്ഷെ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ആ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പീനട്ട് ഉണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ പീനട്ടും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തു. ഒരിക്കലും അത് കരിഞ്ഞു പോകരുത്. ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ചെറിയ പഴമാണ്. കുഞ്ഞു പഴമാണെങ്കിൽ ഒരു 2-3 പഴം നിങ്ങൾക്ക് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ പഴമാണെങ്കിലും മതി. ഇവിടെ എനിക്കൊരു വലിയ പഴമാണ് കിട്ടിയത്. പിന്നെ അതുപോലെ ഇത് നമ്മളൊരു 2 പേർക്കുള്ള അവൽ മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. പഞ്ചസാര കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി. കാരണം ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. കാരണം കുറച്ച് അതായത് നമ്മുടെ പഴത്തിന്റെ മധുരം ഉള്ളത് കൊണ്ട് മധുരക്കുറവ് ഫീൽ ചെയ്യുകയില്ല. പക്ഷെ ഇതിന് എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഈ പഞ്ചസാരയുമായിട്ട് കണ്ടോ, ഈ ഒരു രീതിയിൽ കിട്ടണം. മിക്സിയിൽ ഒരിക്കലും നമ്മൾ അടിക്കരുത്, കാരണം അപ്പോൾ അത് പേസ്റ്റ് രൂപത്തിലായി പോകും. കണ്ടോ, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്ചറൈസ്ഡോ തിളപ്പിച്ചാറ്റിയതോ ആയിട്ടുള്ള പാല്, നല്ല തണുപ്പിച്ച പാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അതിനുശേഷം നമുക്ക് ആ റോസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതിനെ യോജിപ്പിക്കണം ഇതിലേക്ക്. അപ്പോൾ ഇതിലെ ഫ്ലേവർ എല്ലാം നമ്മുടെ ആ പാലിലേക്കും കൂടെ മിക്സ് ആകും. കണ്ടോ, നല്ല രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ച അല്ലെങ്കിൽ ഇച്ചിരി വാനില എസൻസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ തന്നെ. കണ്ടോ, ഇത് നല്ല രീതിയിൽ അത് മിക്സായി. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ആ അവൽ അതിലേക്ക് ഒത്തിരി അങ്ങ് ചേർന്ന് പോകും. നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടണ പാകത്തിലായിരിക്കണം. അതിനുശേഷം നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് അതിനെ പകർത്തി കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കാഷ്യൂനട്ടൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ചു. പിന്നെ ശരിക്കും ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇത് ശരിക്കും ഞങ്ങൾ വീട്ടിലെല്ലാവരും എൻജോയ് ചെയ്തു, അതുപോലെ കുട്ടികളും കഴിച്ചു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ മറ്റൊരു വീഡിയോവുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.